UDF സർക്കാർ അധികാരത്തിലെത്തി കുറച്ചധികം ദിവസങ്ങളായി. എന്നാൽ ഇപ്പോൾ ഏറ്റവും വലിയ വിവാദം UDF സർക്കാരിനെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. കോൺഗ്രസിനകത്തും പുറത്തും മുഖ്യമന്ത്രി VD സതീശനെ ഒറ്റപ്പെടുത്തുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് അറിയാൻ പോകുന്നത്. വില കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ പ്രതികരിച്ചുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ തന്നെ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. UDF ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് നിയമസഭയിൽ ഇന്നലെ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞിരുന്നു. നിയമസഭയിൽ ഈ പ്രപ്പോസൽ വരുന്നതിന് മുൻപ് തന്നെ പാർട്ടി തലത്തിലും UDF തലത്തിലും ഇതിനെക്കുറിച്ച് ചർച്ച നടത്തുകയായിരുന്നു അഭികാമ്യം എന്നാണ് ഇന്ന് മാധ്യമങ്ങളോട് സുധീരൻ പറഞ്ഞത്. VM സുധീരൻ VD സതീശനുമായി അടുത്തു നിൽക്കുന്ന ഒരു നേതാവാണ്. പക്ഷേ VD സതീശൻ എടുത്ത ഈ വില കുറഞ്ഞ മദ്യത്തിന്റെ തീരുമാനത്തിൽ VM സുധീരൻ അടക്കം എതിർപ്പ് രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിൽ VD സതീശൻ ഒറ്റപ്പെട്ടു പോവുകയാണോ എന്ന ചോദ്യം കൂടി ഉയരുകയാണ്. കേരളത്തിൽ കൃത്യമായി എത്ര ബാർ ഉണ്ട് എന്ന് ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. ചർച്ച നടത്തി നയം രൂപീകരിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇല്ലാതാകുമായിരുന്നു. മദ്യപാനം സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെയും എക്സൈസ് മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. നേരത്തെ UDFിലും കോൺഗ്രസിലും ചർച്ച വേണമെന്ന് VM സുധീരൻ ഇന്ന് തുറന്നടിച്ചു. നിർഭാഗ്യവശാൽ സമൂഹത്തിൽ ഉയർന്നു വരുന്ന ആശങ്കകളും സംശയങ്ങളും അതേപടി നിലനിൽക്കുന്നു എന്നും VM സുധീരൻ കൂട്ടിച്ചേർത്തു. സാമ്പത്തിക ബിൽ അവതരിപ്പിക്കുമ്പോൾ ഈ പ്രപ്പോസൽ ഒഴിവാക്കണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന തീരുമാനം ഉണ്ടാകാൻ പാടില്ല. തീരുമാനങ്ങൾ സുതാര്യത നിലനിർത്തി നേരെ ചൊവ്വെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് വിവാദങ്ങളില്ലാതെ മുന്നോട്ട് നീക്കേണ്ടിയിരുന്നു എന്നും സുധീരൻ ഇന്ന് പറഞ്ഞിരിക്കുകയാണ്. മയക്കുമരുന്നിന്റെ കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് നന്നായി പ്രവർത്തിക്കുന്നു എന്നാണ് സുധീരൻ പ്രതികരിച്ചത്. അതായത് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തിക്കൊണ്ടാണ് VM സുധീരൻ ആ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ LDFിനെ വിമർശിച്ച കാര്യങ്ങൾ ഉൾക്കൊണ്ട് തന്നെ ഇപ്പോൾ നടപടികൾ സ്വീകരിക്കണമെന്ന് കൂടി VM സുധീരൻ പറഞ്ഞു വെക്കുകയാണ്. നേരത്തെ പ്രതിപക്ഷം സ്വീകരിച്ച നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കണം. കരിമണൽ ഖനന നയത്തിലും അവ്യക്തത നിലനിൽക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ആലപ്പുഴ തീരദേശത്തെ ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. ആലപ്പുഴ തീരത്ത് ഒരു തരത്തിലുള്ള ഖനനവും ഉണ്ടാകില്ല എന്ന് സർക്കാർ പ്രഖ്യാപിച്ചേ മതിയാകൂ എന്നും VM സുധീരൻ പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രി VD സതീശനെതിരെ ശബ്ദങ്ങൾ ഉയരുകയാണ്. കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ അടക്കം സർക്കാരിനെ വിമർശിക്കുന്ന രീതിയിൽ ചില ഒളിയമ്പുകൾ എഴുതിയിരുന്നു. ഇപ്പോൾ ഇതാ VM സുധീരൻ തുറന്നു പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുമ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ ഇക്കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കുമെന്നത് ചോദ്യമാണ്.